ദൈവത്തിന്റെ പരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈനംദിന അപ്പം എന്ന അനുദിന വചനചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഇവൻ ദാവീദിന്റെ പുത്രനാണോ എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങളെ നമുക്ക് ചിന്തിക്കാം. അതിനാധാരമായ ഒരു വാക്യം വായിക്കാം. മത്തായി സുവിശേഷം 12-ാം അധ്യായം 23-ാം വാക്യം. പുരുഷാരമൊക്കെയും അത്ഭുതപ്പെട്ടു, ഇവൻ ദാവീദ് പുത്രൻ തന്നെയോ എന്ന് ചോദിച്ചു. കർത്താവായ യേശുവിന്റെ ഭൂമിയിലെ കാലത്തെ ഇസ്രായേൽ ജനത അവൻ യഥാർത്ഥത്തിൽ ആരാണെന്ന് വളരെയധികം ആശയക്കുഴപ്പത്തിലായിരുന്നു. ദൈവപുത്രനായ മിശിഹ ഒരു രാജകൊട്ടാരത്തിൽ രാജകീയ രാജകുമാരനായി ജനിക്കുമെന്ന് അവർ പ്രതീക്ഷിച്ചു. എന്നാൽ യേശു എളിയ ഒരു പുൽത്തൊട്ടിയിൽ ജനിച്ച് ലാളിത്യത്തിൽ വളർന്നത് കണ്ടപ്പോൾ അവർ അവിശ്വാസത്തിൽ ഇടറിപ്പോയി. എന്നിരുന്നാലും അവന്റെ മഹത്തായ അത്ഭുതങ്ങൾ കണ്ടപ്പോൾ അവർ അത്ഭുതപ്പെട്ടു. ഇവൻ ദാവീദിന്റെ പുത്രനാണോ എന്ന് ചോദിച്ചു. ഒരിക്കൽ യേശു ഭൂതഗ്രഹസ്ഥനും അന്ധനും മൂകനുമായ ഒരു മനുഷ്യനെ സുഖപ്പെടുത്തിയപ്പോൾ അവൻ സംസാരിക്കുകയും കാണുകയും ചെയ്തു. ജനക്കൂട്ടം അത്ഭുതപ്പെട്ടു. ഇവൻ ദാവീദിന്റെ പുത്രനാണോ? ഇത് മത്തായി സുവിശേഷം 12-ാം അധ്യായം 22-23 വാക്യങ്ങളിൽ കാണപ്പെടുന്നു. യേശുക്രിസ്തുവിനെ കുറിച്ച് പ്രവാചകനായ യെശയ്യാവ് ഇങ്ങനെ പറഞ്ഞിരുന്നു: ഇതാ ഞാൻ തിരഞ്ഞെടുത്ത എന്റെ ദാസൻ, എന്റെ ഉള്ളം പ്രസാദിക്കുന്ന എന്റെ പ്രിയൻ. ഞാൻ എന്റെ ആത്മാവിനെ അവന്റെ മേൽ വയ്ക്കും. അവൻ ജാതികൾക്ക് നീതി പ്രസ്താവിക്കും. അവൻ കലഹിക്കുകയില്ല, നിലവിളിക്കുകയില്ല. തെരുവുകളിൽ ആരും അവന്റെ ശബ്ദം കേൾക്കുകയില്ല. ചതഞ്ഞ ഓട അവൻ ഓടിക്കുകയില്ല. പുകയുന്ന തിരി കെടുത്തിക്കളയുകയില്ല. അവൻ നീതിയെ വിജയത്തിലേക്ക് അയക്കുന്നതുവരെ അവന്റെ നാമത്തിൽ ജാതികൾ വിശ്വസിക്കും. ഇത് മത്തായി സുവിശേഷം 12-ാം അധ്യായം 18 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിൽ കാണപ്പെടുന്നു. മത്തായിയുടെ സുവിശേഷം ഈ വാക്കുകളോടെയാണ് ആരംഭിക്കുന്നത്. ദാവീദിന്റെ പുത്രനും അബ്രഹാമിന്റെ പുത്രനുമായ യേശുക്രിസ്തുവിന്റെ വംശാവലി പുസ്തകം എന്ന് ഇത് മത്തായി 1-ാം അധ്യായം 1-ാം വാക്യത്തിൽ കാണപ്പെടുന്നു. രോഗശാന്തിക്കോ വിടുതലിനോ അത്ഭുതത്തിനോ വേണ്ടി കൊതിച്ചവർ എപ്പോഴും അവനെ ദാവീദ് പുത്ര എന്ന് വിളിച്ചു. ഒരിക്കൽ 2 അന്ധന്മാർ അവനെ പിന്തുടർന്ന്, ദാവീദിന്റെ പുത്ര, ഞങ്ങളോട് കരുണ തോന്നണമേ എന്ന് നിലവിളിച്ചു. യേശു അവരുടെ കണ്ണുകളിൽ സ്പർശിച്ചു. അവരുടെ കാഴ്ച തിരിച്ചു കിട്ടി. ഇത് മത്തായി സുവിശേഷം 9-ാം അധ്യായം 27 മുതൽ 30 വരെയുള്ള വാക്യങ്ങളിൽ കാണപ്പെടുന്നു. സോർ, സീദോൻ എന്നീ പ്രദേശങ്ങളിൽ നിന്നുള്ള ഒരു കനാന്യ സ്ത്രീ നിലവിളിച്ചു: കർത്താവേ, ദാവീദിൻ പുത്ര, എന്നോട് കരുണ തോന്നണമേ. എന്റെ മകൾക്ക് കഠിനമായി ഭൂതബാധയുണ്ട്. യേശു അവളോട് പറഞ്ഞു: സ്ത്രീയെ, നിന്റെ വിശ്വാസം വലുതാണ്. നിന്റെ ആഗ്രഹം പോലെ നിനക്ക് ഭവിക്കട്ടെ. ആ നാഴിക മുതൽ അവളുടെ മകൾ സുഖം പ്രാപിച്ചു. ഇത് മത്തായി സുവിശേഷം 15-ാം അധ്യായം 22-28 വാക്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ എരിഹോവിനടുത്ത് വഴിയരികിൽ ഇരിക്കുന്ന 2 അന്ധന്മാർ യേശു കടന്നു പോകുന്നത് കേട്ട്, കർത്താവേ, ദാവീദിന്റെ പുത്ര, ഞങ്ങളോട് കരുണ തോന്നണമേ എന്ന് നിലവിളിച്ചു. കരുണയാൽ യേശു അവരുടെ കണ്ണുകളിൽ തൊട്ടു. ഉടനെ അവർ കാഴ്ച പ്രാപിച്ചു, അവനെ അനുഗമിച്ചു. ഇത് മത്തായി സുവിശേഷം 20-ാം അധ്യായം 30-34 വാക്യങ്ങളിൽ കാണപ്പെടുന്നു. പുതിയ നിയമത്തിലുടനീളം ദാവീദിന്റെ പുത്ര എന്ന് അവനെ വിളിച്ചപേക്ഷിച്ച എല്ലാവർക്കും കർത്താവിൽ നിന്ന് ഒരത്ഭുതം ലഭിച്ചു. പ്രിയ ദൈവമക്കളെ, ഇന്ന് വിളിച്ചു പറയുക: ദാവീദിന്റെ പുത്ര, നസ്രേത്തിലെ യേശുവേ, ജീവനുള്ള ദൈവമേ, എന്നോട് കരുണ തോന്നണമേ. തീർച്ചയായും അവൻ നിങ്ങളുടെ ജീവിതത്തിലും ഒരു അത്ഭുതം ചെയ്യും. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതൽ ധ്യാനത്തിനുള്ള വാക്യം മത്തായി സുവിശേഷം 22-ാം അധ്യായം 42-ാം വാക്യം. ക്രിസ്തുവിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തു തോന്നുന്നു? അവൻ ആരുടെ പുത്രൻ എന്ന് ചോദിച്ചു. അവർ അവനോട് ദാവീദിന്റെ പുത്രൻ എന്ന് പറഞ്ഞു. ഇന്നത്തെ ബൈബിൾ വായന രാവിലെ സെക്കര്യാവ് 1, 2, 3, 4 അധ്യായങ്ങൾ. വൈകുന്നേരം വെളിപ്പാട് 18-ാം അധ്യായം. ആമേൻ.